അതുപോലെ തന്നെ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടതാണ് ലീഗൽ ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് നോർമലി? ലീഗൽ ആസ്പെക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലീഗൽ അഡ്വൈസറിൻ്റെ കറക്റ്റ് ഒരു ഗൈഡൻസ് വേണം. നമ്മൾ നോക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലാൻഡ് ടാക്സ് നോക്കും, പൊസഷൻ കാര്യങ്ങൾ നോക്കും, പിന്നെ അതിൻ്റെ പ്രയർ ഡീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രയർ ഡീഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ KMBR ബിൽഡിംഗ് റൂൾസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ നോക്കാൻ പറ്റിയ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പോൾ പൊസഷൻ എടുത്താൽ, ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ലാൻഡിൽ അതിൽ ഏതാണ് ലാൻഡിൻ്റെ കാറ്റഗറി എന്ന് നിർബന്ധമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഡ്രൈ ലാൻഡാണോ വെറ്റ് ലാൻഡാണോ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു പൊസഷനിലൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലമാണെങ്കിൽ നിലം എന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പരിധിവരെ വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു അവബോധം കിട്ടാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് അത്. പൊസഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രൈമറി എനിക്ക് തോന്നുന്നു ഇത്തരം ഡോക്യുമെൻ്റ്, അതായത് അതിൻ്റെ ഒറിജിനൽ ഡീഡ്, പ്രയർ ഡീഡ്, ലാൻഡ് ടാക്സ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈമറി കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഒരിക്കലും ഇത് മാത്രം നോക്കിയിട്ട് കണ്ണടച്ച് ലാൻഡ് മേടിക്കരുത്. ഒരു നല്ല വക്കീലിനെ കണ്ട്, ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഈ ഡോക്യുമെൻ്റ് കൊടുത്ത് ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് എപ്പോഴും ഒരു പർച്ചേസ് ചെയ്യുക. എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു ഡോക്യുമെന്റ് നോക്കി, ഇപ്പോൾ പൊസിഷൻ നോക്കിയിട്ട് വെറ്റ് ലാൻഡ് ആണോ ഡ്രൈ ലാൻഡ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് റീഡ് ചെയ്യുമ്പോൾ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് ഈ കേരള ബിൽഡിംഗ് റൂൾസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലൊക്കെ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാൻഡ് ഇപ്പോൾ ചെറിയൊരു 5 സെന്റ് പ്ലോട്ടൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ച് രണ്ട് സൈഡിൽ റോഡ് വരുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അത്രയും സെറ്റ് ബാക്സ് ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീട് പണിയാന്ന് പറയുമ്പോൾ അത്രയും ലാൻഡ് ഏരിയ പോയി. പിന്നെ അവിടുത്തെ FSI കവറേജ്, അങ്ങനത്തെ കാര്യങ്ങൾ വലിയൊരു സാധ്യതയാണ്. അത് നോക്കണം. FSI ഇപ്പോൾ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവരൊരു 10,000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 5,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ ശ്രമിക്കുമ്പോൾ അതിലത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും വീടിനേക്കാൾ ഉപരി നമുക്ക് കമേഴ്ഷ്യൽ ബിൽഡിങ്സിലായിരിക്കും ഇതൊക്കെ കുറച്ചും കൂടിയും എഫക്ട് ചെയ്യാൻ ചാൻസ്. വീടിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നല്ല, കവറേജ് നമ്മൾ കാര്യങ്ങൾ നോക്കണം. FSI എത്ര ഏരിയ വരെ നമുക്ക് അവിടെ ബിൽഡിംഗ് പണിയാനുള്ള ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നാണ് പറയുക. FSI എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്ലോർ ഏരിയ വെച്ചിട്ട് എത്ര ഫ്ലോർ ഏരിയ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ FSI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കവറേജ് എത്രത്തോളം ലാൻഡിൽ നമ്മൾ ബിൽഡിംഗ് കവർ ചെയ്യാം എന്നുള്ളതാണ് കവറേജ്. നമുക്ക് എത്രയാണ് ഒരു ലാൻഡിൽ കിട്ടുക എന്നുള്ളത് അതൊക്കെ നമുക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ റോഡിൻ്റെ വിഡ്ത്ത്, ആക്സസ് ഓഫ് ദി റോഡ് എന്ന് പറയും. നമ്മൾ റോഡിൻ്റെ വിഡ്ത്തിനനുസരിച്ച് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനൊക്കെ ബാധിക്കാം. അതെ, ഹൈറ്റും ഏരിയയ്ക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വേറൊരു സൈഡ് ഉണ്ട്. ലീഗൽ ആസ്പെക്ട്സ് നോക്കുമ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് റൂൾ ആസ്പെക്ട്സിൽ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടിയും ഇതിൽ ഒരു വലിയ കൺസേൺസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഒരു ലാൻഡ് പർച്ചേസ്. അപ്പോൾ ലീഗൽ ആസ്പെക്ട്സ് ആയാലും സൈറ്റ് കണ്ടീഷൻ ആയാലും രണ്ട് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. ഒരാൾ ഡോക്യുമെൻ്റ് റൈറ്ററെ കൊണ്ട് ഡോക്യുമെൻ്റൊക്കെ വെരിഫൈ ചെയ്ത് ലാൻഡൊക്കെ മേടിച്ച് ബാങ്ക് ലോണിന് വേണ്ടി ബാങ്കിൽ അപ്രോച്ച് ചെയ്തപ്പോഴാണ് പറയുന്നത് അതിൻ്റെ പ്രയർ ഡീഡിൽ ഏതോ മരിച്ചുപോയി, എൻ്റെ ഓണർ മരിച്ചുപോയിണ്ടായിരുന്നു. നോമിനീസ് ഒപ്പിട്ടതിൽ ഒരാൾ മൈനറായിരുന്നു. ആ മൈനർ മേജർ ആവാത്തത് കൊണ്ട് അയാളുടെ ഷെയർ ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വാല്യൂഡല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി അതെന്ന് പറയുന്നത് ഒരു ലീഗൽ അഡ്വൈസറെ നമുക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. ഒരു എക്സ്പെർട്ടായിട്ടുള്ള വിദഗ്ധനായിട്ടുള്ളൊരു വക്കീലിന് മാത്രം കണ്ടെത്താൻ കഴിയും. ഇതൊരു ആർക്കിടെക്റ്റിനോ എഞ്ചിനീയർക്കോ കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള സപ്പോർട്ട് ശരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മൾ വീട് പണിയുമ്പോൾ എടുക്കണം. സ്ഥലം മേടിക്കുമ്പോൾ ഒന്ന് ഒരു നല്ലൊരു എഞ്ചിനീയർ, എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ കണ്ടെത്തി, അല്ലെങ്കിൽ മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വക്കീലിനെ കണ്ടെത്തി അദ്ദേഹം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തി ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലാൻഡ് തിരഞ്ഞെടുക്കുക. കാരണം ലാൻഡ് വൺസ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പിന്നെ പറ്റില്ല. നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു മാത്രം. നമുക്കിങ്ങനെ ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, അത് ലീഗൽ അഡ്വൈസറെ കാണണം. നമ്മുടെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ നമുക്കും ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് കണ്ടീഷൻസും ഈ KMBR റൂൾസ് വെച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കാം. മറ്റുള്ള കാര്യങ്ങൾ ലീഗൽ അഡ്വൈസറിനെ കണ്ട് ഒന്നും കൂടി ഒരു ഡീറ്റെയിൽഡ് ഒരു ഒപ്പീനിയനും കൂടി എടുക്കുക എന്നുള്ളത്.